بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. حاسبوا قبل أن تحاسبوا. صدق محمد رسول الله. يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كاللمم. مولاي صل وسلم ഈ പ്രൗഢമായ സദസ്സിൽ നിന്നുയർന്ന ആവേശപൂർവമുള്ള ഈ സ്വലാത്ത് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലെത്തി അതിൻ്റെ ഗുണം ഇഹത്തിലും പരത്തിലും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ.
ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. 5 ദിവസം ഈ ഒത്തുകൂടിയതും പിരിയുന്നതും എല്ലാം അല്ലാഹു ഒരു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്ത നരകത്ത് തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗപരാമർശം നടത്താൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടമുണ്ട്. കൂടുതൽ സ്വർഗീയ പരാമർശങ്ങൾ കേൾക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞ സൂറത്തുർ റഹ്മാൻ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഭാഗവും സ്വർഗ പരാമർശമാണ്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല പ്രത്യേകമായി വിവരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ സൂറത്തു തകാസുറിന്റെ അവസാനത്തെ ആയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. യൗമഇദിൻ, അന്നേ ദിവസം. നരകത്തെ നിങ്ങൾ കാണും. ആ നരകത്തെ കാണുന്നതോടൊപ്പം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. യൗമഇദിൻ, അന്നേ ദിവസം. അനിൻ നഈം, ഈ ഭൂമി ലോകത്ത് ഞാനും നിങ്ങളും ആസ്വദിച്ച സുഖാഡംബരങ്ങളെ കുറിച്ച്. വിഷയം വളരെ ഗൗരവത്തിന്റെ ഭാഷയിൽ സൂറത്തു തകാസുർ അവതരിപ്പിച്ചിട്ട് അവസാനം ഒരു പൊള്ളുന്ന വാണിങ്ങോടുകൂടി അധ്യായം സമാപിക്കുകയാണ്. ആ വാണിങ് കേട്ടില്ല എന്ന് വെക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഞാൻ തിന്നുന്ന ഭക്ഷണം, ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, ഇതൊക്കെ എനിക്ക് ദാനം ചെയ്തത് എന്റെ റബ്ബാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും പകരം കൊടുത്തിട്ടല്ല, എന്നോടൊന്നും പകരം മോഹിച്ചിട്ടുമല്ല, മറിച്ച് എനിക്ക് വെറുതെ തന്നുകൊണ്ടിരിക്കുന്ന വഹാബായ തമ്പുരാൻ, അവന്റെ അനുഗ്രഹമാണ് ഇതൊക്കെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ സുവിശേഷങ്ങൾ കേട്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ താക്കീതുകൾക്ക് ചെവി കൊടുത്തില്ല, ഞാൻ ചെവി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിചാരണാ നാൾ എന്ന ഗൗരവപൂർണമായ ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെ നാളെ പരലോകത്ത് വെച്ച് കീറിമുറിച്ച് വിചാരണ നടത്തപ്പെടുന്ന ഒരു നാൾ. ഇൻഷാ അല്ലാഹ് അതിലെ ഏറ്റവും ഭയാനകമായ രംഗങ്ങൾ ഇവിടെ വിശദീകരിക്കണമെന്നുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു വരുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് തീർച്ചയായിട്ടും നിങ്ങളോട് ഈ ഭൂമി ലോകത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് റഹ്മാനായ തമ്പുരാൻ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയുന്നു. സംശയത്തിന് പഴുതില്ലാത്ത രൂപത്തില് കാര്യം അല്ലാഹു കട്ടായമായി പ്രഖ്യാപിക്കുമ്പോ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ വയ്യ. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നഈമുകള്, ഈ ഭൂമി ലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ തന്ന സുഖസൗകര്യങ്ങള് ധാരാളമാണ്. ധാരാളം സുഖസൗകര്യങ്ങൾ അല്ലാഹു ചെയ്തു തന്നു. ആ സുഖസൗകര്യങ്ങളെല്ലാം കൂടെ വിശദീകരിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന സുഖസൗകര്യങ്ങൾ നാം ചോദിച്ചിട്ട് തന്നതാണോ? അല്ല. മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, അല്ലാഹു വഹാബാണ്, അല്ലാഹു അത്യുദാരനാണ് എന്ന് പറയുന്നിടത്ത് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, അല്ലദീ യുഅ്തി നിഅ്മത ബിലാ സുആൽ, ചോദിക്കാതെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന തമ്പുരാൻ. സുബ്ഹാനല്ലാഹ്. അവിടെയാ നമ്മൾ ചിന്തിക്കാനുള്ളത്. ചോദിച്ച് കിട്ടിയതിനേക്കാൾ ചോദിക്കാതെ കിട്ടിയതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനും നിങ്ങളും ഒരു മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു എന്നത് കല്ലെറിയപ്പെടുന്ന പട്ടിയല്ല, അവഗണിക്കപ്പെടുന്ന മൃഗങ്ങളല്ല,
കല്ലെറിയുന്ന പക്ഷികളല്ല. നമ്മൾ അല്ലാഹു ആദരിച്ച വിഭാഗം എന്ന് പറഞ്ഞ അത്യുത്തമരായ മനുഷ്യ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി എന്നത് നിങ്ങൾ ദുആ ചെയ്തു വാങ്ങിയതാണോ? അല്ല. എന്നെ മനുഷ്യനായി സൃഷ്ടിച്ചതിൽ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു അനുഗ്രഹമാണോ? അത് അല്ല. നിങ്ങളാരും ചോദിച്ചു വാങ്ങിയതല്ല. മനുഷ്യനായി സൃഷ്ടിച്ചു എന്നത് ആദ്യം മുതൽ തുടങ്ങുമ്പോ സൃഷ്ടിച്ചു എന്നത് തന്നെ വലിയൊരു കഥയാണ്. അത് നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല. അതിൽ തന്നെ മനുഷ്യനായി സൃഷ്ടിച്ചു എന്നത് അതിലേറെ വലിയൊരു അനുഗ്രഹം. അക്കൂട്ടത്തിൽ തന്നെ മുസ്ലിമായി സൃഷ്ടിച്ചു എന്നത് അല്ലാഹ് നമുക്ക് ചെയ്ത വലിയ ഒരു ഭാഗ്യം. ഇതൊന്നും നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല. മുസ്ലിമായാലും അതുമല്ല, അതിന്റെ അപ്പുറത്ത് വലിയ ഒരു അനുഗ്രഹം അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതേതാണ് ആ അനുഗ്രഹം? ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ഒരു ഉമ്മത്തിയാകാനുള്ള ഭാഗ്യം കിട്ടി എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിയാക്കി തന്നപ്പോ നമ്മൾ ഏറ്റവും ഖൈറുൽ ഉമമായി മാറി. ഖൈറുർ റുസുൽ, പ്രവാചകന്മാരിൽ അത്യുത്കൃഷ്ടരായ പ്രവാചകരുടെ ഉമ്മത്തികളാക്കി തന്നപ്പോൾ നമ്മൾ ഉത്തമ വിഭാഗമായി, ഉത്തമ ഉമ്മത്തികളായി മാറി. ചുരുക്കത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകാശം പടച്ചത് നാം ചോദിച്ചിട്ടാണോ? ഭൂമി പടച്ചത് നാം ചോദിച്ചിട്ടാണോ? മുമ്പ് നമ്മൾ ഉണർത്തിയതുപോലെ 32 കിലോമീറ്റർ മേലോട്ട് പൊങ്ങി നിൽക്കുന്ന പ്രാണവായു സൃഷ്ടിച്ചത് നാം ചോദിച്ചിട്ടാണോ അല്ലാഹുവിനോട്? അതൊന്നും നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല. അതുകൊണ്ടാ പറഞ്ഞത്, നമുക്ക് കിട്ടിയതിൽ ചോദിച്ചു വാങ്ങിയതും ചോദിക്കാതെ വാങ്ങിയതും കണക്ക് കൂട്ടുമ്പോൾ കൂടുതൽ ചോദിക്കാതെ വാങ്ങിയതാണ്. അല്ലാഹു കണ്ടറിഞ്ഞു തന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഭൂരിപക്ഷം അനുഗ്രഹങ്ങളുമെന്ന് തിരിച്ചറിയണം. അല്ലാഹു പറയുന്നു, ഇത്രയും ഉദാരമായി നിങ്ങൾക്ക് തന്ന റബ്ബ്, ആ റബ്ബ് നിങ്ങളോട് ചില നിയമവ്യവസ്ഥകൾ വെച്ചപ്പോൾ അതിനെ നിങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയാണ് ഈ ഭൂമി ലോകത്ത് നിങ്ങൾ സുഖിച്ചു പോയ സുഖാഡംബരങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യാതെ വിടില്ല. ആലോചിക്കുക നിങ്ങൾ. എത്രയോ മഹാന്മാര്, ഈ ഒരായത്തു തലക്കു പിടിച്ച മഹാന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ ഹാസിം തങ്ങൾ, ഷെയ്ഖ് അബൂ ഹാസിം തങ്ങൾ ബഹുമാനപ്പെട്ടവര് അതാ തന്റെ ശിഷ്യനാണ്, 5ാം ഖലീഫ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറയുമ്പോ ആ വചന വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരുമ്പോ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അത് കേൾക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും മഹാന്മാരോട് സ്നേഹം വർദ്ധിക്കും. മഹാനവറുകൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഭരണം നടത്തിയത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ല. പക്ഷേ നീതിന്യായത്തോടുകൂടെയുള്ള ഭരണം പിന്നീട് രാജ്യം കണ്ടത് വലിയ ഒരു അത്ഭുതത്തോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിലാണ്. അതുകൊണ്ടാണ് 5ാം ഖലീഫ എന്ന ഓമന പേര് കിട്ടിയത്. തർത്തീബ് അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ 5ാം ഖലീഫയല്ലെങ്കിലും ഓമന പേര് 5ാം ഖലീഫയാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതാ ഭരണ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെയ്ഖ് അബൂ ഹാസിം തങ്ങൾ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാൻ വേണ്ടി വരികയാണ് തന്റെ ഭരണ പ്രദേശത്തേക്ക്. ഉസ്താദാണ് ശിഷ്യനെ കാണാൻ വരുന്നത്. ഭരണം ഏറ്റെടുത്തപ്പോ ശിഷ്യനെ ഒന്ന് കാണാമെന്ന് കരുതി വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണ പ്രവിശ്യയിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പരതിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കണ്ണുകൊണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വലിയ ഒരു കൊട്ടാരം, മനക്കോട്ട അങ്ങനെയൊക്കെയാണ്. വലിയ ഒരു കൊട്ടാരം, നല്ല
ജീവിതം നല്ല ആരെയും ആനന്ദിപ്പിക്കുന്ന പ്രൗഢമായ ജീവിതം, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട്, ഇതൊക്കെ മനസ്സിൽ മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ശൈഖ് അബൂ ഹാസിം തങ്ങൾ നടന്നു വരുന്നത്. അങ്ങനെ അബൂ ഹാസിം തങ്ങൾ നടന്നു വന്ന് അവസാനം തന്റെ രാജ്യത്തെത്തി. അപ്പോഴാണ് കാണുന്നത് പല സ്ഥലത്തും പരതിയിട്ട് വലിയ കൊട്ടാരങ്ങളൊന്നും കാണുന്നില്ല. വലിയ ജനാകമ്പടിയോടെ കടന്നു വരുന്ന അമീറുൽ മുഅ്മിനീനെ കാണാനില്ല. ഒരു വഴിവക്കിൽ ഒരു സാധുവായ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് പഴയ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഒരു ചെറിയ ഫേസ് കട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം ഒരിക്കലും ആകില്ല. കാരണം കീറിപ്പറഞ്ഞ വേഷത്തിൽ ഇവിടെ ഇരിക്കാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ, ഒരിക്കലും ആവില്ല എന്നുറപ്പിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ താരത്തു ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവര് അവിടുന്ന് അതാ തൽക്കാലം വിട പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഇനി ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട് കണ്ടിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്ന മറുപടി, ഞാൻ തന്നെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്താ ഉസ്താദേ, നിങ്ങൾ എന്നെ കണ്ടിട്ട് അറിയുന്നില്ലേ? ഞാൻ തന്നെയാണല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഞാൻ നിങ്ങളെയല്ല ചോദിച്ചത്, ഈ നാട്ടിലെ ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെയാണ് ഞാൻ ചോദിച്ചത്. അയാളെയാണ് എനിക്ക് കിട്ടേണ്ടത്. അതേ, ഈ നാട് ഭരിക്കുന്ന ഈ നാട്ടിന്റെ ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്നെയാണ് ഞാൻ. ബഹുമാനപ്പെട്ടവർ അന്തം വിട്ടു നിന്നുപോയി. ഉസ്താദ്, മോനെ, എന്നിട്ട് എന്താണ് ഇത്രയും വലിയൊരു ചേഞ്ചിങ് വന്നത്? ഖദ് കാന മർകബുക വതിആ വതൗബുക നഖിയാ വവജ്ഹുക ബഹിയാ വതആമുക ശഹിയാ വഹുറുസുക കസീറാ ഫമല്ലദീ ഗയ്യറ മാ ബിക വഅൻത അമീറുൽ മുഅ്മിനീൻ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മോനെ മുമ്പ് നീ. ഖദ് കാന മർകബുക വതിആ, എത്ര പുള്ളിങ്ങുള്ള, നല്ല പുള്ളിങ്ങുള്ള വാഹനമായിരുന്നല്ലോ നീ ഉപയോഗിച്ചിരുന്നത്. എത്ര നല്ല സ്പീഡിലോടുന്ന വാഹനമായിരുന്നു നീ ഉപയോഗിച്ചിരുന്നത്. വസൗബുക നഖിയാ, നിന്റെ വസ്ത്രം എത്രത്തോളം വിശുദ്ധമായിരുന്നു. ഒരു പൊടി പോലും പറക്കാത്ത വസ്ത്രമായിരുന്നല്ലോ നീ ധരിച്ചിരുന്നത്. വവജ്ഹുക ബഹിയാ, മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ എപ്പോഴും നല്ല പൂനിലാവ് പെയ്യുന്ന മുഖം, എപ്പോഴും എന്തൊരു പ്രസന്നമായിരുന്നു നിന്റെ മുഖം. വവജ്ഹുക ബഹിയാ വതആമുക ശഹിയാ, നീ കഴിക്കുന്ന അടിപൊളി ഫുഡ് കണ്ടാൽ രാജാക്കന്മാര് പോലും മോഹിച്ചു പോകുന്ന രാജകീയ പ്രൗഢിയുള്ള ഭക്ഷണമായിരുന്നല്ലോ നീ കഴിച്ചിരുന്നത്. വസൗബുക വതആമുക ശഹിയാ വഹുറുസുക കസീറാ, മാത്രമല്ല നിന്റെ ഹാരിസീങ്ങൾ, നിനക്ക് പാറാവ് നിന്നിരുന്ന നിന്റെ അംഗരക്ഷകരില്ലേ, തോക്കും പിടിച്ചു നിന്നിരുന്ന രക്ഷകർ കസീറ, ധാരാളം ആളുകൾ ഉണ്ടായിരുന്നല്ലോ നിന്റെ ചുറ്റും. ഇന്നെവിടെ പോയി നിന്റെ അംഗരക്ഷകർ? എവിടെ നിന്റെ അടിപൊളി വസ്ത്രങ്ങൾ? എവിടെ നിന്റെ അടിപൊളി ഭക്ഷണങ്ങൾ? ശരീരമാകെ ശുഷ്കിച്ചു പോയല്ലോ. ഫമല്ലദീ ഗയ്യറ മാ ബിക വഅൻത അമീറുൽ മുഅ്മിനീൻ, നിങ്ങളിലുള്ള ഈ പ്രൗഢികളെല്ലാം തകിടം മറിച്ചതാരാണ്? പറഞ്ഞു തരണം. അടിച്ചു പൊളിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കേണ്ടത് ഇന്നല്ലേ നിങ്ങൾ? വഅൻത അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ? ഭരണം കയ്യിലുണ്ടാകുമ്പോഴല്ലേ നിങ്ങൾ കൂടുതൽ അടിച്ചു പൊളിക്കേണ്ടത്? ഇന്ന് നിങ്ങൾ നേതാവല്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി, ഓ ഉസ്താദേ, നിങ്ങൾ എന്നെ കണ്ടിട്ടറിയാതെയായോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എനിക്ക്. എന്റെ ശരീരത്തിന്റെ പഴയ ആ ഓമനത്വമൊന്ന് നഷ്ടപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. എന്റെ ശരീരം ഒരൽപ്പം വണ്ണം കുറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്റെ സൗന്ദര്യമൊന്ന് നഷ്ടപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. വാഹനമൊന്ന് പോയി എന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ ആയപ്പോഴേക്ക് ഉസ്താദ് എന്നെ അറിഞ്ഞില്ലെങ്കിൽ ഫകൈഫ ലൗ റഅയ്തനീ
ബഅദ സാലിസത്തിൻ വഅന ഫീ ഖബ്രി. എന്റെ ഉസ്താദ് 3 നാൾ കഴിഞ്ഞിട്ട് എന്നെ കണ്ടാലോ, ഞാൻ ഖബറിൽ കിടന്നിട്ട് 3 നാൾ കഴിഞ്ഞിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ കസാലത്ത് ഹദഖതായ അലാ വജ്നതി, എന്റെ 2 മിഴികളും കവിളിലൂടെ ഒലിച്ചിറങ്ങിയിരിക്കുന്നു. കസാലത്ത് ഹദഖതായ അലാ വജ്നതി വൻശഖ ബത്നി വജറത്തി ദീദാനു അലാ ബദനി, എന്റെ വയറ് പൊട്ടി കുടൽമാലകൾ പുറത്തു ചാടി. വൻശഖ ബത്നി വജറത്തി ദീദാനു അലാ ബദനി, എന്റെ ബോഡിയിലാകെ വലിയ വലിയ പുഴുക്കൾ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. ആ രംഗവും എനിക്ക് വരാനില്ലേ? അന്ന് ഉസ്താദ് എന്നെ കണ്ടാൽ ഉറപ്പാണല്ലോ ഉസ്താദേ, ലകുന്തു അശദ്ദ ഇൻകാറൻ അലൈക മിൻ യൗമിക ഹദാ, ഇന്ന് നിങ്ങൾക്കുള്ള അപരിചിതത്വത്തെക്കാൾ, ഇന്ന് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാത്തതിനേക്കാൾ അന്ന് നിങ്ങൾ എന്നെ തീരെ അറിയില്ലല്ലോ ഉസ്താദേ എന്ന് ഷെയ്ഖ് അബൂ ഹാസിം തങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു. പെട്ടെന്നൊരു ചിന്ത തലക്ക് പിടിച്ചു പോയതാണ്, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത. ഇതിന്റെ കാരണം മറ്റാരുമല്ല, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ നിങ്ങളാണ്. അന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് നിങ്ങളൊരു ഹദീസ് ഓതി തന്നു. ആ ഹദീസ് കേട്ടിട്ട് മാറിയതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കോലത്തിൽ. എന്താണ് ആ ഹദീസ്? ഇന്ന ബൈന ഐദീകും ലഅഖബതൻ കഊദം മുദറസാ ലൻ യജൂസഹാ ഇല്ലാ കുല്ലു അമിരിൻ മഹ്സൂൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഒന്നും കൂടെ പറയൂ ഉസ്താദിന്റെ ബറക്കത്താക്കപ്പെട്ട നാക്കുകൊണ്ട് ഞാനൊന്ന് കേൾക്കട്ടെ. ഒന്ന് നന്നാവണമെന്നുണ്ട്, ഇനിയും നന്നാവണമെന്നുണ്ട്. ഒന്ന് കേൾക്കട്ടെ. ഇന്ന ബൈന ഐദീകും ലഅഖബതൻ കഊദം മുദറസാ, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മുമ്പിലുണ്ട്, വരും നാളുകളിൽ നിങ്ങൾക്ക് വരാനുണ്ട്. ലഅഖബതൻ കഊദം മുദറസാ, പല്ലിളിച്ചു കാട്ടി സഹിക്കേണ്ട അതിശക്തമായ ദുർഘടമായ കുറെ കടമ്പകൾ നിങ്ങൾക്ക് താണ്ടാനുണ്ട്. അത് മരണത്തോടുകൂടെ ആരംഭിച്ചു കഴിഞ്ഞു. ലഅഖബതൻ കഊദം മുദറസാ ലൻ യജൂസഹാ, ആ കടമ്പകളൊന്നും പാസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇല്ലാ കുല്ലു ളാമിരിൻ മഹ്സൂൽ, മെലിഞ്ഞൊട്ടിയ മനുഷ്യർക്കല്ലാതെ ആ കടമ്പകളൊന്നും വിട്ടുകിടക്കാൻ കഴിയില്ല. മെലിഞ്ഞൊട്ടൽ നിർബന്ധമല്ല, പക്ഷേ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ശരീരം ശുഷ്കിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. മെലിയുക എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ചു അതിന്റെ ഉദ്ദേശം. നന്നായി ചിന്ത തലക്കു പിടിക്കണമെന്നാണ് ആ പറഞ്ഞത്. പരലോക ചിന്തയില്ലാത്ത മനുഷ്യന് ആ കടമ്പകളൊന്നും സുഖകരമായി കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഉസ്താദേ ആ ഒരു ഹദീസിൽ നിന്ന് ചിന്ത തുടങ്ങിയതാ. പിന്നെ ഇങ്ങനെയൊക്കെയായി. ഇനി എന്നെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സൂറത്തു തകാസുർ ഓതുമ്പോൾ അതിന്റെ അവസാനം ഒരായത്ത് ഇങ്ങനെ കാണുന്നു. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, പിന്നീട് നിങ്ങൾ ഭൂമി ലോകത്ത് ആസ്വദിച്ചു പോയ ഒരൊറ്റ ആഡംബരങ്ങളും ചോദ്യം ചെയ്യാതെ വിടില്ല. ഉസ്താദേ ഞാൻ ഒരുപാട് അടിച്ചുപൊളിച്ച് നടന്നല്ലോ, അതിന് അല്ലാഹ് എന്നെ ചോദ്യം ചെയ്യുമെന്ന് പേടിയിലാണ് ഞാൻ. പറഞ്ഞപ്പോഴേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പൊട്ടി കരയുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ ഹാസിം തങ്ങളും കൂടെ കരയുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ ആയത്തിന്റെ ഗൗരവമെങ്കിൽ നമ്മൾ ശരിക്കാലോചിക്കണം. വിഷയം ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. ഭൂമിയിലുള്ള ആഡംബരങ്ങൾ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണോ? നല്ല വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണോ? നല്ല ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നാണോ? അതൊന്നുമല്ല. അത് ചോദ്യം ചെയ്യപ്പെടും. അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ആ അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയണം. നല്ല മുണ്ടുടുത്തിട്ട്, നല്ല ഭക്ഷണം കഴിച്ചിട്ട്, നല്ല വെള്ളം കുടിച്ചിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടല്ലാ എന്ന് പറയാൻ കഴിയണം. നിനക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് പടച്ചവനേ എന്ന് പറയാൻ കഴിയണം. നിനക്കു വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പടച്ചവനെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ
എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ഭൂമി ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഡംബരങ്ങൾ അത് ഖുർആനിൽ ശരിക്കും വരഞ്ഞിട്ടിട്ടുണ്ട്. ആ ആഡംബരങ്ങൾ ഖുർആൻ വരഞ്ഞിട്ട ആഡംബരങ്ങളിൽ നിന്ന് വരണം നമ്മൾ. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, മനുഷ്യർക്ക് ഞാൻ മനുഷ്യർക്ക് ഭംഗിയായി കാണിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യരുടെ അലങ്കാരമാക്കി മാറ്റിയിരിക്കുന്നു. സുയ്യിന ലിന്നാസ്, എന്താണ് മനുഷ്യരുടെ അലങ്കാരമാക്കി മാറ്റിയത്? ഹുബ്ബു ശഹവാത്ത്, ഹുബ്ബു ശഹവാത്ത്, മനുഷ്യർക്ക് താല്പര്യങ്ങളോടുള്ള ഭ്രമം, അത് നമ്മൾ അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ അപ്പക്കഷ്ണങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഭൂമി ലോകത്തെ അപ്പക്കഷ്ണങ്ങളാണ് അല്ലാഹു തആല ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, മനുഷ്യർക്ക് നാം ഭംഗിയാക്കി കൊടുത്തു വിവിധ താല്പര്യങ്ങളോടുള്ള അടങ്ങാത്ത ഭ്രമം. ഉണ്ടോ? ഇഷ്ടമുണ്ടാകുന്നതിന് കുഴപ്പമില്ല, ആ ഇഷ്ടം ഭ്രമമായി മാറരുത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, അല്ലാഹു തആല പറയുന്നത് കാണാം. സൂറത്തു ആലു ഇംറാനിന്റെ 14-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, മനുഷ്യർക്ക് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയാക്കി കൊടുത്തു. എത്ര അപ്പക്കഷ്ണങ്ങളാണ് അല്ലാഹു തആല ആ ആയത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതെന്നറിയോ? മിനൻ നിസാഇ വൽ ബനീൻ തുടങ്ങുകയാണ്. സഹോദരിമാര്, പെണ്ണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പെണ്ണ്, അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് വൽ മനീന, മക്കളാണ്. ഭൂമിയിലെ മനുഷ്യൻ ഇമ്പമുള്ള അപ്പക്കഷ്ണങ്ങൾ ഒന്ന് പെണ്ണാണ്. വൽ ബനീന, മറ്റൊന്നവന്റെ മക്കളാണ്. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണം വെള്ളി കുന്നുകൂട്ടിയിട്ട സാമ്പത്തികാസ്തിയാണ് എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികാസ്തി. അന്ന് സ്വർണവും വെള്ളിയും ഒക്കെയാണ് നാണയങ്ങളായി ഉപയോഗിക്കുന്നത്, പണപ്പെരുപ്പം. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ, അടിപൊളി വാഹനങ്ങള്. വൽ അൻആം, അതുപോലെ തന്നെ നാൽക്കാലി ഭ്രമം. വൽ ഹർസി, കാർഷിക ഭ്രമം. ഇങ്ങനെ 6 അപ്പക്കഷ്ണങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. 6 അപ്പക്കഷ്ണങ്ങളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നോക്കിക്കാണുകയാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, എനിക്കും നിങ്ങൾക്കും വിചാരണ നടക്കാൻ പോകുന്ന ഈ 6 അപ്പക്കഷ്ണങ്ങൾ ഏതൊക്കെയാണ്? ഈ ശഹവാത്തുകൾ, ഈ താല്പര്യങ്ങൾ. ഒന്ന് മിനൻ നിസാ, പെണ്ണാണ്. ഈ ആയത്തോതിയിട്ട് പലപ്പോഴും ഇതൊന്നും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പോകാൻ പാടില്ല. ഭാര്യമാര് പറ്റൂല എന്ന് എവിടെയാ പറഞ്ഞത്? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലല്ലോ. മക്കളുണ്ടാവാൻ പറ്റൂല എന്ന് പറഞ്ഞോ? അല്ലാഹു തരുന്ന ഒരു മഹാഭാഗ്യമാണ്. നേരത്തെ പറഞ്ഞ വഹാബായ തമ്പുരാൻ, യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുഖൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വൈനാസാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മക്കൾ എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യം അത്യുദാരനായ റബ്ബിന്റെ വല്ലാത്തൊരു സംഭാവനയാണ്. പിന്നെ മക്കളെ സ്നേഹിക്കുന്നത് ഒരു അപകടം പോലെ പരിചയപ്പെടുത്തുന്നുണ്ടോ ഇവിടെ? ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മുള്ളും കല്ലും വേർതിരിക്കണം. ഇവിടെ നെല്ലും പതിരും വേർതിരിക്കേണ്ടതുണ്ട്. ഇവിടെ അവിടെയാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുക. അല്ല പറഞ്ഞ ഒരു ശൈലിയുണ്ട് അവിടെ, ശ്രദ്ധേയമാണ്. സുയ്യിന, ഉസ്താദുമാർക്ക് അതറിയും, സാധാരണക്കാർക്ക് വേണ്ടി പറയുകയാണ്. സുയ്യിന, അലങ്കരിക്കപ്പെട്ടു, അലങ്കാരമായി കാണിക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. ആര് കാണിച്ചു എന്നല്ല പറഞ്ഞിട്ടില്ല, നമ്മൾ കാണിച്ചു എന്ന് പറയുമ്പോ അള്ളാഹു ആണ് ഭംഗിയാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് തസ്യീന്, ഈ അലങ്കരിക്കല് വരുന്നതെങ്കിൽ അത് ഖൈറാണ്. അതേസമയം പിശാചിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ അപകടമാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നത് കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇവിടെ ഇലാഹിന്റെ ഭാഗത്തു നിന്നും
അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും പിശാച്ചിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഭംഗിയാക്കി കാണിക്കലുണ്ട്. പിശാച്ച് ചൊല്ലിത്തരുന്ന ഭ്രമം അത് അപകടമാണ്. അള്ള പറഞ്ഞു തരുന്ന സ്നേഹം അത് നിങ്ങൾക്ക് ഉചിതമാണ്, അതിനൊരു കുഴപ്പവുമില്ല. അവിടെ അങ്ങോട്ട് വേർതിരിച്ചാൽ വിഷയം കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പെടും. ഭാര്യയാവാമെന്ന് വരും, കുട്ടികളാവാമെന്ന് വരും, അവരോട് സ്നേഹമുണ്ടാവണമെന്ന് വരും, വാഹനമാവാമെന്ന് വരും, സമ്പത്താവാമെന്ന് വരും. ഇതിനൊന്നും കൃഷിയാവാം, നാൽക്കാലികളാവാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് അള്ളാഹു അനുവദിച്ച, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിച്ച ബൗണ്ടറികളൊക്കെ വിട്ട് പിശാച് ചൊല്ലിത്തരുന്ന വഴിക്ക് ഇതിലൂടെ എപ്പോഴാണോ ആ മനുഷ്യൻ ചലിക്കുന്നത് അന്ന് അത് പൈശാചികമാണ്, അതോടുകൂടെ അപകടമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുയ്യിന എന്ന പ്രയോഗം നടത്തിയത്. അവിടെ എപ്പോഴും ഒരു ഇരുമുഖം, രണ്ടു മുഖം അവിടെ കാണാൻ കഴിയും. അള്ള ഇഷ്ടപ്പെടുന്ന ഒരു രൂപമുണ്ട്, അള്ള ഇഷ്ടപ്പെടാത്ത ഒരു രൂപമുണ്ട്. അവിടെ ആദ്യമായി എണ്ണുന്നത് ആ 6 നമുക്ക് വഴിക്ക് വഴിയായി എണ്ണാം. മിനന്നിസാ, ഭൂമിയിലെ ഒന്നാമത്തെ അപ്പക്കഷ്ടം പെണ്ണാണ്. പെണ്ണിനോട് മനുഷ്യന് സ്നേഹമുണ്ടാകാമോ? തന്റെ ഭാര്യമാരോട് ഉണ്ടാവാം. ഉണ്ടാവാം എന്നല്ല, ഉണ്ടാവണം. അങ്ങനെയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? സ്വന്തം ഭാര്യമാരോടൊപ്പം എത്ര സ്നേഹത്തിലാണ് റസൂലുള്ളാഹി ജീവിച്ചു കാണിച്ചത്. ഭാര്യമാരോട് സറവറയായി ജീവിക്കുന്ന ഭർത്താക്കന്മാർക്ക് വലിയൊരു പാഠമാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിതങ്ങൾ കുടുംബത്തോട് കാണിച്ച സ്നേഹം നമുക്കാർക്കും കാണിക്കാൻ കഴിയില്ല. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമൻ നാസി ബിഇയാലിഹി, കുടുംബത്തോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. അപ്പൊ ഭാര്യയോട് സ്നേഹം ഉണ്ടാകാമോ? ഉണ്ടാകാം. അതാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഇലാഹിയായ സ്നേഹം. അള്ളാഹു അനുവദിച്ച ബൗണ്ടറിയിൽ നിന്ന് സ്നേഹിക്കാം. വീട്ടുജോലികളിൽ അവർക്ക് സഹകരിച്ചു കൊടുക്കാം, അവർക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കാം, അതിന് കുഴപ്പമില്ല എന്നല്ല, അത് ചെയ്യേണ്ടതാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ പൈശാചികമായ ഒരു സ്നേഹമുണ്ട്. അതെവിടെയാണ്? ഇവിടെയാണ് എന്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു പക്ഷേ തൊപ്പി ധരിച്ചായിരിക്കും നടക്കുന്നത്, നിങ്ങൾ നെരിയാണിയുടെ താഴെ മുണ്ടിറങ്ങാതെ സൂക്ഷിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതം വളരെ ചിട്ടയുള്ള ജീവിതമാണ്. പക്ഷേ നിങ്ങളെ പിന്നാലെ നിങ്ങളെ കെട്ടിയോള് നടക്കുമ്പോ അത് നിന്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം തലമറക്കാതെ മാറുമറക്കാതെ നടക്കുന്ന പെണ്ണിനെ കൊണ്ട് നടക്കാൻ നമുക്ക് നാണമില്ല. എന്നാ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പർദ്ദ ധരിക്കുന്ന ഒരു പെണ്ണിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. എന്തേ നിങ്ങൾ ഇവളോട് ഇത് പറയാത്തത്? എടീ തല മറക്കടി എന്ന് പറയാനുള്ള വോയിസ് നഷ്ടപ്പെട്ടത് ഈ പെണ്ണിന് എന്നോട് വിഷമമാകുമോ എന്ന് കരുതിയാണ്. പെണ്ണിനോടുള്ള സ്നേഹം മൂത്ത് അവളോട് ഇസ്ലാമിക കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് എന്നാണോ പ്രയാസമുണ്ടാകുന്നത്? ഈ സ്നേഹം പൈശാചികമാണ്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീ സഹോദരിമാരോട്, നിങ്ങളുടെ ഭാര്യമാരോടുള്ള സ്നേഹമല്ല, ഒരു തരത്തിലുള്ള പിടുത്തം വിട്ട സ്നേഹമാണ്. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, മാ തറക്തു മിൻ ബഅദി ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാ, ഞാൻ എന്റെ കാലശേഷം ഈ ഉമ്മത്തിന്, എന്റെ പുരുഷന്മാർക്ക് ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല ഒരു ദുരന്തവും. മിനന്നിസ അലറ അലർ റിജാലി മിനന്നിസ, അലറ വിഷമകരമായ ഒരു ദുരന്തവും ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല. മിനന്നിസ, പെണ്ണ് എന്ന ദുരന്തത്തെക്കാൾ ഇന്ന് ലോകം നാറിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ്. പെണ്ണ് എന്ന ദുരന്തമാണ് ലോകത്തുള്ള സർവ്വ ആളുകളെയും നാറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യമാരെ പോലും മതനിയമത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാതിരിക്കുമ്പോൾ അവരെ തിരുത്താൻ നിങ്ങളുടെ സ്നേഹം അനുവദിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു. പിന്നീട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പെണ്ണ് ഈ ലോകത്തെ വലിയ ഒരു ദുരന്തമാണ്. കാരണം എല്ലാ മാന്യന്മാരും നാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാറാത്തവരെ നാറ്റാൻ ഉദ്ദേശിക്കുന്നതൊക്കെ പെണ്ണ് എന്ന സംഗതി വെച്ചുകൊണ്ടാണ്. മാ തറക്തു മിൻ ബഅദി ഫിത്നതൻ അളറ അലർ റിജാലി മിനൻ നിസാ. ഈ ലോകത്ത് ഏറ്റവും വലിയ ശല്യം എന്റെ സഹോദരന്മാർക്ക് പെണ്ണുങ്ങളായിരിക്കും. കാരണം പിൽക്കാലത്ത് ഇവരുടെ രംഗപ്രവേശം കൂടും.
എല്ലാ ഓഫീസുകളിലും ഇവർ വന്ന് കുത്തിരിക്കാൻ തുടങ്ങും. അതോടുകൂടെ പിന്നീട് സ്ത്രീ പീഡനങ്ങൾ അധികരിക്കുകയാണ്. അവിടെയെല്ലാം കൂടി വരുന്നു, വേണ്ടാത്തരങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ നബി തങ്ങൾ കണ്ടോ, നിങ്ങൾ പെണ്ണിനെ കുറിച്ച് വളരെ മൈനസായി പറഞ്ഞ ഒരു ഘട്ടമുണ്ട്. ഇനി അതേ നബി തങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് പറയുന്നു. എവിടെ? അദ്ദുന്യാ കുല്ലുഹാ മതാഅ് വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹാ. അതേ നബി തങ്ങൾ തന്നെ പറയുന്നു, ഈ ഭൂമി മുഴുവനും സുഖാഡംബര വസ്തുക്കളാണ്. ഈ ഭൂമിയെല്ലാം നിങ്ങൾക്ക് ഹരം നൽകുന്ന വസ്തുക്കളാണ്. വഖൈറു മതാഇഹാ, അതിലേറ്റവും നല്ല സാധനം, ഭൂമിയിലേറ്റവും നല്ല സാധനം അൽ മർഅതു സ്വാലിഹാ, സാലിഹായ പെണ്ണാണ് കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ അവിടെയാ പെണ്ണ് നന്നാവണം. പെണ്ണ് മോശമായാൽ അവള് വളരെ പെണ്ണൊരുത്തി ഒരുമ്പെട്ടാൽ, നമ്മളെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, പെണ്ണൊരുമ്പെട്ടാൽ പാടെ ഒരുമ്പെട്ടു പോകും. അതുകൊണ്ടാണ് ആദ്യമായി ഭൂമിയിലെ എല്ലാ അപ്പകഷ്ണങ്ങൾക്കും മുമ്പ് ഒന്നാമതായി അല്ലാഹ് പറഞ്ഞത്, മനുഷ്യൻ പെട്ടുപോകുന്ന, മനുഷ്യനെ വഞ്ചിക്കുന്ന, മനുഷ്യർക്ക് തന്റെ മതമൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകാനൊക്കെ പ്രചോദിതമാകുന്ന വലിയ ഒരു ഷർറാണ് സ്ത്രീ വിഭാഗം എന്ന് പറയുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, കൂട്ടത്തിൽ നിങ്ങളോടൊരു കാര്യം ഉണർത്തുന്നു. നല്ല നിലക്ക് നിങ്ങൾ ജീവിച്ചാലോ നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും മുന്തിയ വിഭാഗമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മിനൻ നിസാഇ വൽ ബനീൻ. പിന്നീട് പറയുന്നത് മക്കളാണ്, മക്കളുടെ കാര്യമാണ് പിന്നീട് പറയുന്നത്. മക്കളോടുള്ള ഭ്രമം അത് മനുഷ്യർക്ക് ഒരു ചന്തമുള്ള പരിപാടിയായി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതും അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആ ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കണം. അതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? സ്നേഹിക്കണം എന്നാ നബി തങ്ങൾ പഠിപ്പിച്ചത്. ഒരു സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെ? തന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കൂടെ. അദ്ദേഹത്തിന്റെ വീട് മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൊച്ചുമോൻ ഉപ്പ തങ്ങളോടൊപ്പം സംസാരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഓടിങ്ങ് വന്നപ്പോ ആ മോൻ വരുമ്പോ ആ മോനോടുള്ള വാത്സല്യം കൊണ്ട് മോനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് തന്റെ ചാരത്തിരുത്തുകയാണ്. ചാരത്തിരുത്തി എന്ന് മാത്രമല്ല, പിടിച്ച് ആ മോനെ അവിടെ ഇരുത്തി. അവിടെ നിന്നെടുത്ത് ആ മോനെ ഒരു ഉമ്മ വെച്ച് തന്റെ കാലിൽ കയറ്റിയിരുത്തുകയാണ്. തന്റെ കാലിൽ കയറ്റിയിരുത്തി. ആ കാലിൽ കയറ്റിയിരുത്തുമ്പോ ഈ ഹദീസും പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. കാലിൽ കയറ്റിയിരുത്തിയിട്ട് ഇദ്ദേഹം സംസാരം ഇങ്ങനെ തുടർന്നു. ഈ കുഞ്ഞ് വന്നപ്പോ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ച് തന്റെ മടിയിലിരുത്തി. അതാ ദീർഘനേരം സംസാരിക്കുമ്പോ ഈ കാഴ്ച തന്റെ വീട്ടിൽ നിന്ന് ഇവന്റെ തൊട്ടുമുകളിലുള്ള പെൺകുട്ടി കാണുകയാണ്. ആ കൊച്ചു ബാലിക കാണുമ്പോ ഉപ്പയും എന്റെ കുഞ്ഞുമോനും അതാ റസൂലുള്ളാന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓടി വരുന്നു. ആ പെൺകുട്ടി വന്നപ്പോ, മൂത്ത കുട്ടി വന്ന സമയത്ത് ചെറിയ ഡിഫറൻസേ തമ്മിലുള്ളൂ. ആ കുട്ടി വന്ന സമയത്ത് അവളുടെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചാരത്ത് തറയിലിരുത്തി. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വിവരണമായി. റസൂലുള്ള പറഞ്ഞു, വല്ലാഹി വല്ലാഹി മഅദൽത ബൈനഹുമാ, അല്ലാഹുവാണ് സത്യം, ഈ രണ്ടു മക്കൾക്കിടയിൽ നീ നീതി പാലിച്ചില്ലല്ലോ മോനെ. ആദ്യത്തെ കുട്ടി വന്നപ്പോ ആ കുട്ടിയെ നീ എടുത്തു. എത്ര സ്നേഹപൂർവമാണ് നീ ഉമ്മ വെച്ചത്. എന്നിട്ട് അവനെ കയറ്റി നിന്റെ മടിയിലിരുത്തി. രണ്ടാമത്തവൾ വന്നപ്പോ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നീ തറയിലിരുത്തുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഖുദ്ഹാ വഖബ്ബിൽഹാ വജ്ലിസ്ഹാ അലാ റിജ്ലിക്കൽ ഉഖ്റാ, പിടിക്കവളെ,
അവളെ എടുത്തിട്ട് നന്നായി ഒന്ന് ചുംബിച്ചിട്ട് ഒരു തൊടയിൽ ഇവനിരിക്കട്ടെ, തൊട്ടടുത്ത കാലിൽ അവളെയും കൂടെ കയറ്റിയിരുത്ത്, അപ്പോഴേ നീതിയാവൂ എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളോട് അവിടുന്ന് കാണിച്ച സ്നേഹം എത്രയായിരുന്നു. ആ സ്നേഹപ്രകടനത്തിൽ നീതി പാലിക്കണമെന്നും കൂടെയാണ് ഇവിടെ പഠിപ്പിച്ചത്. നീതി പാലിക്കണം. നമ്മളൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിപ്പോരുന്ന സമയത്ത് ചെറിയ കുട്ടിയെ വിളിക്കുന്നു, 2 വയസ്സുള്ള കുഞ്ഞിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ വിളിക്കുന്നു, മോനെ ഉപ്പച്ചി വരട്ടെ. അവൻ ഓടി വരുന്നു. കാരണം എന്നും കിട്ടും പോലെ ഒരു മുത്തം കിട്ടും, അതിനാണ് അവൻ ഓടി വരുന്നത്. ആ മുത്തം കൊടുക്കുമ്പോ 2 വയസ്സുള്ള 3 വയസ്സുള്ള തൊട്ടുമുകളിലുള്ള കുഞ്ഞത്തിയുണ്ടവിടെ, അല്ലെങ്കിൽ അവന്റെ ജ്യേഷ്ഠ സഹോദരൻ ആ കുഞ്ഞനവിടെയുണ്ട്. അവൻ വാതിൽ പാളിയിൽ നിന്ന് എത്തി നോക്കുകയാണ്. നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. ആ നോക്കുന്നതിന്റെ അർത്ഥം നമുക്ക് വായിക്കാൻ കഴിയണം. എന്താ മൂപ്പരെ, നമ്മൾ നിങ്ങളുടേതൊന്നുമല്ലേ എന്ന ഒരു ചോദ്യമാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിനെയും കൂടെ വിളിച്ചിട്ട് ഒന്നണച്ചു ചേർത്ത് തന്റെ ഭാഗത്തേക്ക് പിടിച്ച് ആ കുഞ്ഞിനോട് ആ കുഞ്ഞിന് പറ്റിയ രൂപത്തിലുള്ള ഒരു സ്നേഹപ്രകടനം നടത്തണം. 3, 4, 5 ഒക്കെ വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അക്കുട്ടിക്കും ഒരു മുത്തം നൽകാം. അപ്പോഴാണ് 8 വയസ്സുള്ള 9 വയസ്സുള്ള മോള് അവളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കാര്യമായ യാത്ര പുറപ്പെടുകയാണ് വാപ്പ. വാപ്പാക്ക് അവളെയും ഒന്ന് അണച്ചു കൂട്ടിപ്പിടിക്കാം. കെട്ടിച്ച മകള് ഒരു കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്നുണ്ട്. വാപ്പാക്ക് വേണമെങ്കിൽ ആ മകളുടെ പുറത്തൊന്ന് തല ഓടിക്കൊടുക്കാം, ആ മകളുടെ നെറ്റിത്തടത്തിലൊന്ന് ചുംബിക്കാം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, കല്യാണം കഴിക്കുന്നത് വരെ എന്റെ ഉപ്പ എന്നെ മുഖത്ത് ചുംബിച്ചു. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അലിയാരുടെ കൂടെ കയറി വരുമ്പോൾ എന്റെ ഉപ്പ എത്തി നിന്ന് എന്റെ നെറ്റിത്തടത്തിലാണ് ചുംബിക്കാറുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കുട്ടികളോട് പെരുമാറണമെന്ന് എന്നെയും നിങ്ങളെയും നന്നായി പഠിപ്പിച്ചു പോയ ഹബീബാണ്. അപ്പോൾ എന്തേ പിന്നെ ഈ ആയത്തിൽ പറഞ്ഞത് ഇതൊരു മോശപ്പെട്ട സംഗതിയാണെന്നല്ല. ഇലാഹിയാണെങ്കിൽ, അല്ലാഹുവിൽ നിന്നാണെങ്കിൽ, റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് ഇത് കിട്ടുന്നതെങ്കിൽ അത് ഗുണകരമാണ്, പൊരുത്തപ്പെട്ട സംഗതിയാണ്. ആ രൂപത്തിൽ നിങ്ങൾ മക്കളെ സ്നേഹിക്കണം. അതേസമയം മക്കളോട് സ്നേഹം അരുത് എന്ന് പറഞ്ഞത് പൈശാചികമായ സ്നേഹമാണ്. ഇതെവിടെയാണ്? ഞാനൊരു ചെറിയ അനുഭവം പറയാം. സുഹൃത്തുക്കളെ, എത്രയോ കാലങ്ങളായി സുന്നത്ത് ജമാഅത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു മക്കളോടുള്ള സ്നേഹം പൈശാചികമാകുമെന്നതിനൊരു തെളിവാ പറയുന്നത്. സുന്നത്ത് ജമാഅത്തിൽ നല്ല കടുകട്ടിയാണ് ആള്, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. ആ ഉപ്പ തന്റെ മകനെ ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക് ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. എല്ലാം വിറ്റുവലിച്ച് ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. ആ മകൻ അല്ലാഹു കുറെ നിഅമത്തും ബറക്കത്തും ഒക്കെ കൊടുത്തു. അവൻ തിരിച്ചു വരുമ്പോൾ ഒരു കെട്ട് സീഡിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. വീട്ടുകാരെ മുഴുവനും പഴപ്പിക്കാൻ ബിദ്അത്തിന്റെ ചിന്താഗതി തലയിൽ കയറി. നേരത്തെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചിരുന്ന ഉപ്പ, ആ ഉപ്പാക്ക് ഇന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്നില്ല. അയാളുടെ വോയിസ് കുറഞ്ഞിരിക്കുന്നു. പലപ്പോഴും പലരും അയാളോട് ചോദിച്ചു, അല്ല നിങ്ങളല്ലേ ഹാജി സാഹിബേ നേരത്തെ ഒരുപാട് ശബ്ദിച്ചിരുന്നല്ലോ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, നിങ്ങളെപ്പോഴും നല്ല രൂപത്തിൽ തന്നെ ശബ്ദിച്ചിരുന്നല്ലോ, ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കുന്നില്ല? നിങ്ങളുടെ സ്വന്തം മകൻ ബിദ്അത്തിലേക്ക് ചേക്കേറിയപ്പം എന്തേ ആ മകനെ അടക്കിയിരുത്താൻ നിങ്ങൾക്ക് കഴിയാത്തത്? ഉപ്പ പറഞ്ഞ സങ്കടം കേട്ടോ. ഉപ്പ പറഞ്ഞ സങ്കടം, മോനെ എന്റെ വീട്ടിലെ ചെലവ് നടക്കുന്നത് ഇപ്പോൾ അവന്റെ മണിപ്പേഴ്സിൽ നിന്നാ. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. ഇതിന്റെ ഒരു രൂപമാണ്. എന്ന് പറഞ്ഞതിന്റെ ഒരു രൂപമാണ്. അല്ലെങ്കിൽ പുറമക്കാരോട് പറയുന്നുണ്ട്, പക്ഷേ സ്വന്തം മകനോട് ഞാൻ കയർത്തെന്തെങ്കിലും പറഞ്ഞാൽ, കുറച്ച് ഗൗരവത്തിൽ വിഷയം അവതരിപ്പിച്ചാൽ എന്റെ മോനെന്നോട് പിണങ്ങുമോ എന്ന പേടിയാണ്. എന്റെ മോനെന്നോട് പിണങ്ങോ? സ്വന്തം മക്കളോട് പറയാനുള്ള വോയിസ് ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ എത്ര വലിയ പ്രബോധകരായിട്ട് കാര്യമില്ല. നിങ്ങളോട് പറയാൻ എനിക്ക് വോയിസ് ഉണ്ട്, പക്ഷേ എന്റെ മോളോട് പറയാൻ എനിക്ക് വോയിസ് ഇല്ലെങ്കിൽ, എനിക്ക് ശബ്ദമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കഥ.
അതാ പറഞ്ഞത്, മക്കളോടുള്ള സ്നേഹമാണ് അതിന് തടസ്സമാകുന്നത്. ആ മകള് നന്നാവണം എന്ന് തന്നെയാണ് എന്റെയും മനസ്സിലുള്ളത്. പക്ഷേ മകളോട് സ്നേഹം മൂത്തത് കൊണ്ട് കാര്യം തുറന്നു പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാകും ചിലപ്പോ. മക്കളുടെ മണിപ്പേഴ്സിൽ നിന്ന് ചെലവ് നടക്കുമ്പോ, അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹം അതിരുവിടുമ്പോ ദീനീ സ്പിരിറ്റുകൾ പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാം, നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പാരായണം ചെയ്യുന്നതല്ലേ? ഒരു മോനെ പിടിച്ചു കൊന്നില്ലേ? ഒരു മോനെ മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനെ പിടിച്ചു കൊന്നപ്പോ മൂസ നബി ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണ്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നല്ല പരിശുദ്ധമായ ഒരു ശരീരത്തെ പിടിച്ചെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയല്ലേ? പാപ്പക്കറ പുരളാത്ത കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ കൊല്ലേ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, ഇപ്പോൾ നീ ചോദിക്കരുത്, പിന്നെ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വിശദീകരണ വേളയിൽ പറഞ്ഞ മറുപടി ഒന്ന് വായിച്ചു നോക്ക്. വമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. ഈ കുട്ടിയുണ്ടല്ലോ, അവന്റെ ലക്ഷണം ശരിയല്ല. അവനെ കണ്ടിട്ട് എനിക്കറിയുന്നുണ്ട് ഇവൻ നല്ലതിനല്ല ഇവൻ വളരുന്നത്. ഇവന്റെ നെറ്റിത്തടത്തിൽ കൊത്തിവച്ചിരിക്കുന്നു ഇവന്റെ കുഫ്രിയത്ത്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കറിയുന്നതാ. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാന്ന് അല്ല പറഞ്ഞ മഹാനല്ലേ, ലധുന്നിയായ അറിവ് കൊടുത്ത മഹാനാണല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയാം. ആ കുട്ടി ഫകാന അബവാഹു മുഅ്മിനൈൻ, അവന്റെ മാതാപിതാക്കൾ എന്തൊരു മതചിട്ടയുള്ള ആളുകളാണ്, നല്ല വിശ്വാസികളാണ്. എന്നാൽ അവരുടെ ഈ തഖ്വയൊക്കെ നഷ്ടപ്പെടും. ഈ കുഞ്ഞൻ വളർന്നു വന്ന് ഒരു കാലത്ത് ഇവന്റെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നടക്കുമ്പോ ഇവന്റെ മുഴുവൻ കൂത്താട്ടങ്ങൾക്കും വാപ്പ മൂകസമ്മതം മൂളേണ്ട രംഗം വരും കേട്ടോ. അപ്പോ അവസാന കാലം വരെ, പ്രായത്തിന്റെ അന്ത്യഘട്ടം വരെ സൂക്ഷിച്ചു പോന്ന മൂല്യങ്ങളെല്ലാം പോയി. അതുവരെ ജീവിത വിശുദ്ധി ഉറപ്പാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടില്ലേ? അവസാനം അത് കളഞ്ഞു കുളിച്ചാൽ. അപ്പോൾ ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. നമുക്കൊരു പേടി, ഫഖശീനാ നമ്മൾ ഭയപ്പെട്ടു. ഖിദ്ർ നബി പറയാ, അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. ആ വാപ്പയെയും ഉമ്മയെയും വഴികേടിനും സത്യനിഷേധത്തിനും ഇവൻ നിർബന്ധിക്കുമോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇവൻ വളർന്നുകൂടാ. ഇത് മുളയിലെ നുള്ളിക്കളയണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഒരു ചോദ്യം നീ എന്നോട് ചോദിച്ചേക്കാം, മൂസാ, ഈ മാതാപിതാക്കൾക്ക് ഇനി മക്കളെവിടെ? ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഈ കുട്ടിയേക്കാൾ വിശുദ്ധിയുള്ള കുട്ടിയെ, ഈ കുട്ടിയേക്കാൾ സ്നേഹമുള്ള ഒരു കുട്ടിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേണമെങ്കിൽ അവർക്ക് കൊടുത്തോട്ടെ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ അങ്ങനെ കരുതിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെയാണ് മുഹിയുദ്ദീൻ ശൈഖാണ് കരുതുകയാണ് അല്ലാഹു ഇന്നതുപോലെ ചെയ്തോട്ടെ. നോക്ക് നിങ്ങൾ പറയുന്നത് ഫഅറദ്ന, ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു, യുബ്ദിലഹുമാ റബ്ബുഹുമാ, റബ്ബ് പകരം കൊടുത്തോട്ടെ ആ മാതാപിതാക്കൾക്ക് എന്ന്. ഖൈറം മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. നോക്ക് നിങ്ങൾ എന്തേ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, മക്കള് കാരണമായിട്ട്, മക്കളോടുള്ള സ്നേഹം കാരണം പല ഉപ്പമാർക്കും കാലത്തിന്റെ അവസാന ഘട്ടത്തിൽ പലപ്പോഴും ഈമാനിക സ്പിരിറ്റ് കുറഞ്ഞു പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹുവിന്റെ റസൂലിനെ തെറി പറയുന്ന മകൻ എത്ര വലിയ കോടീശ്വരനായാലും ആ മകനോട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, കഴിയാൻ പാടില്ല. സൂറത്തുൽ മുജാദിലയുടെ അവസാന ഭാഗത്തല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാപ്പമാരായാലും കണക്കാണ്, അവരുടെ മക്കളായാലും കണക്കാണ്, അവരുടെ കുടുംബമിത്രാദികൾ ആരായാലും കണക്കാണ്. അവർക്കത് പുല്ലുവിലയാണ്. അവര് സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ദീനിനെതിരാണോ? മക്കളോട് പണി നോക്കാൻ പറയണം. ദീൻ ഈ ചുറ്റുപാടിൽ ജീവിക്കുന്ന മക്കളെ നന്നായി സ്നേഹിക്കുകയും വേണം. അപ്പൊ പൈശാചികമാകുന്നത് ദീൻ നിശ്ചയിച്ച വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴാ. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം അത് കഴിഞ്ഞതിന്റെ ശേഷം, കുറെ കഴിഞ്ഞതിന്റെ ശേഷം തന്റെ മോനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ മോൻ പറയാൻ, അന്ന് അബ്ദുറഹ്മാൻ എന്ന മോൻ അന്ന് മുസ്ലിമായിരുന്നില്ല. അങ്ങനെ ഉപ്പയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പിൽക്കാലത്ത് പറയാ, സംസാരിക്കുന്ന സമയത്ത് മുസ്ലിമാണ്. ബദർ സമരക്കളത്തിൽ ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോനുണ്ടായിരുന്നത്. പിൽക്കാലത്ത് വാപ്പയുമായി ഈ ആശയം പങ്കുവെക്കുമ്പോ ഒരിക്കൽ പറയാണ്, ഉപ്പാ, ബദർ യുദ്ധം നടക്കുമ്പോ, യുദ്ധം അത് നമ്മൾ പലപ്പോഴും പറഞ്ഞു നാക്കിലേക്ക് ചേക്കേറി പോകുന്ന ഒരു പദാണ്. യുദ്ധം എന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇസ്ലാമിക സമരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. ഇസ്ലാമിക സമരങ്ങളൊന്നും യുദ്ധങ്ങളായിരുന്നില്ല, സമരമായിരുന്നു. യുദ്ധം എന്ന് പറയുമ്പം ബുഷേട്ടൻ നടത്തുന്നത് യുദ്ധമാണ്. എന്നാൽ ഇസ്ലാം നടത്തിയത് ഒരൊറ്റ ഒന്നും യുദ്ധമല്ല, സമരമാണ്. അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരപ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സമരം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യാറുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബദർ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പാ, ഞാൻ മറുപക്ഷത്തായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കുന്തു ഫീ സഫിൽ മുശ്രിക്കീൻ,